ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് ഏതാണ്? നൈട്രസ് ഓക്സൈഡാണ് ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ഗ്രീൻലാൻഡ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം ഏതാണ്? സോഡിയമാണ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം. കൊല്ലവർഷം ആരംഭിച്ചത് എന്നാണ്? AD 1825 കൊല്ലവർഷം ആരംഭിച്ചത്. കേരള നിയമസഭയുടെ ആദ്യ സ്പീക്കർ ആരാണ്? R ശങ്കരനാരായണൻ തമ്പിയാണ് കേരള നിയമസഭയുടെ ആദ്യ സ്പീക്കർ. NH-17 ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഇടപ്പള്ളി, പനവേൽ എന്നീ സ്ഥലങ്ങളെ തമ്മിലാണ് NH-17 ബന്ധിപ്പിക്കുന്നത്. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 7 ആണ് ശുദ്ധജലത്തിൻ്റെ pH മൂല്യം. ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന കൃതിയുടെ രചയിതാവാരാണ്? ഖുഷ്വന്ത് സിംഗ് ആണ് ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന കൃതിയുടെ രചയിതാവ്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്റ്റിക്സ് എന്നാണ് പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? ചൊവ്വയാണ് ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത്. ഗർഭശ്രീമാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സ്വാതി തിരുനാളാണ് ഗർഭശ്രീമാൻ എന്നറിയപ്പെടുന്നത്. കൊണാർക്ക് സൂര്യക്ഷേത്രം ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം. അസമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഏതാണ്? ബ്രഹ്മപുത്രയാണ് അസമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? വൂളാർ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം ഏതാണ്? പയ്യന്നൂരാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴമാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം. അന്തരീക്ഷമർദ്ദം അളക്കാനുള്ള ഉപകരണം ഏതാണ്? ബാരോമീറ്റർ ആണ് അന്തരീക്ഷമർദ്ദം അളക്കാനുള്ള ഉപകരണം. കേരളത്തിൽ കുടുംബശ്രീ നടപ്പിലാക്കിയ വർഷം ഏതാണ്? 1998 കേരളത്തിൽ കുടുംബശ്രീ നടപ്പിലായത്. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്ര? 24 വാരിയെല്ലുകളാണ് മനുഷ്യ ശരീരത്തിൽ ഉള്ളത്. മീനമാതാ രോഗത്തിന് കാരണം എന്താണ്? മെർക്കുറിയുടെ ആധിക്യമാണ് മീനമാതാ രോഗത്തിന് കാരണം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? കാൽസ്യമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ്? PT ചാക്കോയാണ് കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴ ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴ. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ഏതാണ്? ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം. രക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്താണ്? ഹീമോഗ്ലോബിൻ്റെ സാന്നിധ്യമാണ് രക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം. കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചതാരാണ്? ചാൾസ് ബാബേജ് ആണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്. മനുഷ്യൻ കണ്ടുപിടിച്ച ആദ്യ ലോഹം ഏതാണ്? ചെമ്പാണ് മനുഷ്യൻ കണ്ടുപിടിച്ച ആദ്യ ലോഹം. പാർലമെന്റിനെ അഭിമുഖീകരിക്കാത്ത ഏക പ്രധാനമന്ത്രി ആരാണ്? ചരൺ സിംഗ് ആണ് പാർലമെന്റിനെ അഭിമുഖീകരിക്കാത്ത ഏക പ്രധാനമന്ത്രി. ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ്? റാഡ്ക്ലിഫ് ലൈൻ ആണ് ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏതാണ്? ലിഥിയമാണ് ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം. മണ്ഡൽ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? പിന്നോക്ക സമുദായ സംവരണവുമായി ബന്ധപ്പെട്ടതാണ് മണ്ഡൽ കമ്മീഷൻ. കേരളത്തിൽ അവസാനമായി രൂപം കൊണ്ട ജില്ല ഏതാണ്? കാസർഗോഡാണ് കേരളത്തിൽ അവസാനമായി രൂപം കൊണ്ട ജില്ല. ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹ്വയാങ്ഹോ നദി അഥവാ യെല്ലോ റിവർ ആണ് ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത്. സമരാത്ര ദിനങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതെല്ലാം ദിവസങ്ങളാണ്? മാർച്ച് 21, സെപ്റ്റംബർ 23 എന്നീ ദിവസങ്ങളാണ് സമരാത്ര ദിനങ്ങൾ എന്നറിയപ്പെടുന്നത്. നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഈജിപ്താണ് നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നത്.
വായുവിൽ ശബ്ദത്തിൻ്റെ വേഗത എത്രയാണ്? 3 × 10⁵ km/s അഥവാ 3 × 10⁸ m/s ആണ് വായുവിൽ ശബ്ദത്തിൻ്റെ വേഗത. വന്ദേ മാതരം രചിച്ചതാരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം രചിച്ചത്. കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം ഏതാണ്? ചെറുതുരുത്തിയാണ് കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം. ഗാന്ധിജിയുടെ സമാധി സ്ഥലം ഏതാണ്? രാജ്ഘട്ട് ആണ് ഗാന്ധിജിയുടെ സമാധി സ്ഥലം. ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നതാരാണ്? ശ്രീബുദ്ധനാണ് ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത്. പാലിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ് പാലിൽ അടങ്ങിയിട്ടുള്ള ആസിഡ്. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഏതാണ്? 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ്? ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. ഗ്രഹപ്പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗ്രഹം ഏതാണ്? പ്ലൂട്ടോയാണ് ഗ്രഹപ്പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗ്രഹം. എലിസ ടെസ്റ്റ് ഏത് രോഗം നിർണ്ണയിക്കാനാണ്? എയ്ഡ്സ് രോഗം നിർണ്ണയിക്കാനാണ് എലിസ ടെസ്റ്റ്. റിക്ടർ സ്കെയിലിൽ എന്താണ് അളക്കുന്നത്? ഭൂകമ്പ തീവ്രതയാണ് റിക്ടർ സ്കെയിലിൽ അളക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ ഉപരാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയിലെ ആദ്യ ഉപരാഷ്ട്രപതി. ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി ആണ് ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ. കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? 1741 കുളച്ചൽ യുദ്ധം നടന്നത്. ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്താൽ അയാളെ എത്ര മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണം? ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്താൽ അയാളെ 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണം. പ്രാചീന കവിത്രയം എന്നറിയപ്പെടുന്നത് ആരെല്ലാമാണ്? കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി എഴുത്തച്ഛൻ എന്നിവരാണ് പ്രാചീന കവിത്രയം എന്നറിയപ്പെടുന്നത്. ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്നത് ആരെല്ലാമാണ്? കുമാരനാശാൻ, വള്ളത്തോൾ, ഉള്ളൂർ എന്നിവരാണ് ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്നത്.